വ്യത്യസ്തമായ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു 60% ഏതെങ്കിലും സ്ഥലത്തു നിന്ന് വന്നവരാണ്. പക്ഷേ ഈ ചെന്നവർ മുഴുവൻ ഞാൻ നേരത്തെ വീട്ടിനകത്ത് അപ്പൊളിറ്റിക്കലായ ആളുകളാണ് ചെന്നിരിക്കുന്നത്. കാരണം അവരുടെ കാര്യം മാത്രം നോക്കി എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നും സമൂഹത്തിൽ ഉയരണമെന്നും പണം ഉണ്ടാക്കണമെന്നും മാത്രം അറിയുന്നവരാണ്. അത്തരത്തിലുള്ള അപ്പൊളിറ്റിക്കലായ വലിയൊരു വിഭാഗമാണ് ജനത എന്നുള്ള നിലവാരത്തിലുള്ളത്. ഈ അപ്പുറത്ത് 250 വർഷത്തെ ഒരു പാരമ്പര്യം ഉണ്ടെന്ന് വിചാരിക്കുന്നതിനകത്ത് റേസിസ്റ്റുകളായ ആൾക്കാരുടെ അല്ലാത്ത ഉൽപ്പതിഷ്ണുക്കൾ എന്ന് നമ്മൾ പറയാവുന്ന ലോകം മാറണമെന്ന് ആഗ്രഹിക്കുന്നവരായ ഒരു 25-30% മനുഷ്യരുണ്ടാകും. അവരാണ് പൊളിറ്റിക്കലായിട്ട് അവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇപ്പോൾ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ഈ സിനിമയെ പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയുടെ പുറത്ത് ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ദുരന്തർ എന്നൊരു സിനിമ ഇറങ്ങുന്നു. അതിന് 2 ഭാഗങ്ങൾ ഇറങ്ങി. ദുരന്തർ 1, ദുരന്തർ 2. അത് രണ്ടും ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ചാരപ്രവർത്തികളെ അധിഷ്ഠിതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആക്ഷൻ ബോളിവുഡ് സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ രണ്ടാം ഭാഗത്ത് പ്രത്യേകിച്ച് മോദി വരുമ്പോൾ ഈ പുതിയ ഇന്ത്യ വരുന്നു. പുതിയ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കയറിയവരെ അവരുടെ വീട്ടിൽ പോയി അടിക്കുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ. അപ്പം ഇതിനൊരു പ്രൊപ്പഗാൻഡയാണ്, ഇതൊരു പ്രൊപ്പഗാൻഡ സിനിമയാണെന്നൊക്കെ വ്യാപക പരാമർശമൊക്കെ വരുന്നുണ്ട്. മൈത്രേയൻ ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നോ? ഈ ഒരു വിഷയത്തെ ഞാനത് എങ്ങനെ കണ്ടില്ല. ആ. പക്ഷെ ഈ ക്രിട്ടിക്കലായിട്ട് ആൾക്കാർ എഴുതുകയും പറയുകയൊക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇതൊന്നും ഒരു സംശയം എന്തിനാണ് നമ്മൾ കേരള സ്റ്റോറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പ്രൊപ്പഗൻഡ അല്ലാത്ത ഒരു സിനിമയും സത്യത്തിലില്ല.